ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു നല്ലൊരു വില കിട്ടാവുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റിലെ ഒരു അഞ്ചൽ കാർഡാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റൽ കാർഡ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത പോസ്റ്റൽ കാർഡാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. ഒരു ലോട്ടായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തതാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ഉണ്ട്. ഏകദേശം 500 മുതൽ നല്ലൊരു കണ്ടീഷൻ, അതായത് ഇതുപോലെ ഒരു മിൻറ്റ് കണ്ടീഷൻ വരുന്നത്. ഇതിലിപ്പോൾ സ്റ്റെയിൻ ഉണ്ട്, നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെയിൻ ഉണ്ട്. നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ, അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ കാർഡിന് ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. പോസ്റ്റൽ കാർഡിൻ്റെ മുൻവശം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്. നമുക്ക് പുറകുവശം മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതുന്നതുകൊണ്ട് തന്നെ യൂണിഫേസ് ആണ്. അപ്പോൾ നമുക്ക് പോസ്റ്റൽ കാർഡിൻ്റെ മുൻവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ പോസ്റ്റൽ കാർഡിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ട്രാവൻകൂർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ചൽ കാർഡ് എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരവും അതിന് താഴെയിട്ട് എഴുതുവാനുള്ള സ്ഥലം എന്ന് മലയാള അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ചൽ കാർഡ് എന്നുള്ളതും മേൽവിലാസം ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എഴുതുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ തിരുവിതാംകൂർ ശ്രീജിത്ത് തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖചിത്രത്തോടു കൂടി ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ BRV എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം കൊടുത്തിട്ടുണ്ടായിരിക്കും. രണ്ട് കോർണറിലായിട്ട്, അതായത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഈ ഒരു കാർഡിൻ്റെ വാല്യൂ 6 കാശാണ്. അത് 6 കാശ് എന്ന് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ട് സൈഡിലായിട്ട്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് മലയാള അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ട്. മലയാള അക്ഷരത്തിൽ 6 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡ് 6 എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരവും റൈറ്റ് സൈഡ് ക്യാഷ് എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് 6 കാശ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് +2 ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 6 കാശിൻ്റെ കുറച്ചുകൂടെ വാല്യൂ കൂടുതലാണ്. അതായത് അതിൻ്റെ ഒപ്പം തന്നെ 2 കാശും കൂടെ കൂട്ടി, അതാണ് ഇവിടെ നമ്മൾ +2 ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ, അതായത് അഞ്ചൽ കാർഡിൻ്റെ മുൻവശം മാത്രം വരുന്ന ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൽ കാർഡിലെ മിൻറ്റ് കണ്ടീഷനാണ്. ഏതൊരുവിധ എഴുത്തോ കാര്യങ്ങളോ ഈ ഒരു പോസ്റ്റൽ കാർഡിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ കളർ വരുന്ന ഗ്രീൻ കളറാണ്. അപ്പോൾ ഗ്രീൻ കളർ നമുക്കിവിടെ നോക്കി മനസ്സിലായി പച്ച കളറിൽ വരുന്ന കാർഡാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ നിറങ്ങൾ വരുന്ന കാർഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നല്ലൊരു റെയർ കാറ്റഗറി വരുന്ന ഒരു പോസ്റ്റൽ കാർഡാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ കാർഡുകൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു കണ്ടീഷൻ, അതായത് നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ. ഇപ്പോൾ ഇതുപോലുള്ള ഇതിലിപ്പോൾ സ്റ്റെയിനും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഇതുപോലൊരു കാർഡ് നമുക്ക് ഏകദേശം മേടിക്കുവാണെങ്കിൽ 500 രൂപ മുതൽ 700 രൂപ വരെ ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ ഒരു കണ്ടീഷൻ മേടിക്കണമെങ്കിൽ 500 രൂപ മുതൽ 700 രൂപ വരെ നമുക്ക് മാർക്കറ്റ് വാല്യൂ വരും. ഒരു സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നുമല്ലാതെ നല്ലൊരു ജെം UNC നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം തിരുവിതാംകൂറിൻ്റെ പല പോസ്റ്റ് കാർഡുകൾക്കും മാർക്കറ്റിൽ അത്യാവശ്യം വാല്യൂ കൂടി വരുന്നുണ്ട്. പോസ്റ്റ് കാർഡുകൾക്ക് മാത്രമല്ല സ്റ്റാമ്പുകൾക്കായാലും അത്യാവശ്യം മാർക്കറ്റിൽ വാല്യൂ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തതാണ്. എനിക്ക് കുറച്ച് ലോട്ടായിട്ട് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചു, എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. എൻ്റെ പേഴ്സണലി ഞാൻ കുറച്ച് തിരുവിതാംകൂറിൻ്റെ തന്നെ പോസ്റ്റൽ കാർഡും സ്റ്റാമ്പുകളും പേഴ്സണലി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള ഒരുപാട് കാർഡുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗ്രീൻ ഈ ഒരു പോസ്റ്റൽ കാർഡ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പോസ്റ്റ് കാർഡൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൽ കാർഡിൽ ഒരു വെറൈറ്റി വരുന്നുണ്ട്, അത് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റൽ കാർഡൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.